കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ ബി.ജെ.പി. എത്രത്തോളം ഭയക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ നോട്ടീസ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, ബി.ജെ.പിയുടെ എം.പി. ആയ നിഷികാന്ത് ദുബെയാണ്. എന്താണ് നിഷികാന്ത് ദുബെ പറയുന്നത്? അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചേർന്നുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നോക്കുകയാണ്. അദ്ദേഹം ജോർജ് സോറോസ് പോലെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചേർന്ന് കൈകോർത്തിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് വിദേശ യാത്രകളൊക്കെ അനധികൃതമായിട്ട് നടത്തുന്നു, ഇതിലൊക്കെ തന്നെ അന്വേഷണം വേണം, അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം അയോഗ്യമാക്കണമെന്നും ഒപ്പം തന്നെ ഭാവിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനമാണ് നടക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. തൊട്ടു പിന്നാലെ ബജറ്റ് അവതരണം നടന്നു. അതിനുശേഷം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയായിരുന്നു സഭയിൽ കണ്ടത്. സഭയിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് ബി.ജെ.പിയുടെ മുൻ മന്ത്രി കൂടിയായ സർബാനന്ദ് സോനോവാളാണ്. പിന്നാലെ ബി.ജെ.പിയുടെ എം.പി. ആയ തേജസ് സൂര്യ സംസാരിച്ചു. മൂന്നാമതായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അപ്പോൾ തൊട്ടു മുൻപ് സംസാരിച്ച തേജസ് സൂര്യയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത് മുൻ കരസേനാ മേധാവിയായിട്ടിരുന്ന ജനറൽ എം നരവനെയുടെ ആത്മകഥയായിട്ടുള്ള പുസ്തകത്തിലെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളാണ്. അത് പറയാൻ ശ്രമിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷം ഒന്നടങ്കം തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ നിഷികാന്ത് ദുബെ എം.പി. എന്ന് പറയുന്ന വ്യക്തി. അതിന് പിന്നാലെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസാരിക്കാൻ സ്പീക്കർ തുടർച്ചയായിട്ട് അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രസംഗത്തിൽ നിരന്തരം ഇടപെട്ടു. അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് ഒരു മിനിറ്റ് പോലും തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഭരണപക്ഷവും ഒപ്പം തന്നെ ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സ്പീക്കറും എല്ലാം തന്നെ പ്രവർത്തിച്ചത്. ഒടുവിൽ പ്രതിപക്ഷം ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി, ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. അങ്ങനെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് സഭയിൽ വരാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് തുടർച്ചയായിട്ട് സഭ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു. എന്നാൽ പിന്നീട് അത് വിജയിച്ചില്ല. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ അനുവദിക്കാമെന്നൊക്കെയുള്ള നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് പ്രശ്നം അവസാനിച്ചത്. അതിനിടയ്ക്ക് ഈ പ്രതിഷേധത്തിനിടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ദീൻ കുര്യാക്കോസ് ഒപ്പം തന്നെ ഹൈബീഡ് ഉൾപ്പെടെയുള്ള എം.പിമാർക്ക് സഭയിൽ സസ്പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടു. അതിനു പിന്നാലെയാണ് ബജറ്റിന്മേലുള്ള ചർച്ച നടന്നത്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പ്രസംഗിച്ചത്. ആ ചർച്ചയിൽ അതിനിശിത വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ, ബി.ജെ.പിക്കെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടത്. അദ്ദേഹം അടുത്തിടയ്ക്ക് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായിട്ടുണ്ടാക്കിയ വ്യാപാര കരാറിനെ മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ, ബി.ജെ.പിക്കെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്, ആഞ്ഞടിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ രാജ്യത്തെ വിറ്റിരിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഭാരത മാതാവിനെയാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അവർ ഏത് പ്രസംഗം നടത്തിയാലും എന്ത് പറഞ്ഞാലും അവർ അവസാനം പറഞ്ഞു നിർത്തുന്നത് ഭാരത് മാതാ കി ജയ് ആണ്. ആ മുദ്രാവാക്യത്തിലെ ഭാരത് മാതാവ്, ആ ഭാരത് മാതാവിനെയാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾ അമേരിക്കയ്ക്ക് അടിയറ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതിബദ്ധത രാജ്യത്തോടല്ല, കേന്ദ്രത്തിന് പ്രതിബദ്ധത രാജ്യത്തോടല്ല, മറിച്ച് അമേരിക്കയോടാണ് എന്ന ഈ കരാറിലെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നമുക്കറിയാമല്ലോ, ആ വ്യാപാര കരാറിനകത്ത് ഇന്ത്യയിലെ കർഷകരെയും ഒപ്പം തന്നെ മറ്റ് സാധാരണക്കാരെയും ഒക്കെ തന്നെ കാര്യമായിട്ട് ബാധിക്കുന്ന പല വ്യവസ്ഥകളുമുണ്ട്. ക്ഷീര കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അത്തരത്തിൽ ടെക്സ്റ്റൈൽസ് മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിരവധി മേഖലകളെ തകർക്കുന്ന ഒരു വ്യാപാര കരാറാണത്. അത്തരം ഒരു കരാറിൽ ഒപ്പിടാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ എന്ന അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇതിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ നടത്തിയത്. ആ പ്രസംഗത്തിനിടയ്ക്കും സമാനമായ രീതിയിൽ ഭരണപക്ഷത്ത് നിന്നും മന്ത്രിമാരും എം.പിമാരും ഒപ്പം തന്നെ സ്പീക്കറിന്റെ ചെയറിലുണ്ടായിരുന്ന ജഗദാംബിക പാൽ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ അദ്ദേഹം ആ പ്രസംഗത്തിനിടയ്ക്ക് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയെയും ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിലൊക്കെ തന്നെ വിരളി പൂണ്ട്, അല്ലെങ്കിൽ ഇതിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയോട് അസ്വസ്ഥ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അയോഗ്യനാക്കണമെന്നു മാത്രമല്ല അദ്ദേഹത്തെ വരുന്ന ഭാവിയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വിചിത്രമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ പാർലമെന്റ് ലോക്സഭയിൽ കത്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്,
ഇനി അദ്ദേഹത്തെ ആജീവനാന്തം അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. ആദ്യം അവര് അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും പിന്നീട് അതൊന്നും ശരിയാകത്തില്ല, അതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല, അദ്ദേഹത്തെ ആജീവനാന്തം അയോഗ്യനാക്കണം. അദ്ദേഹത്തെ എത്രത്തോളം BJP പേടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കണം, മാത്രവുമല്ല അദ്ദേഹം ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കരുത് എന്ന് ഉറപ്പുവരുത്തണമെന്ന ഒരു ശാഠ്യം BJPക്കുണ്ട്. അതായത് രാഹുൽ ഗാന്ധി പാർലമെന്റിലുണ്ടെങ്കിൽ ലോക്സഭയിലുണ്ടെങ്കിൽ തങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കും, തങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. അത് തങ്ങൾക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇക്കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ ആർജവമുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്നലെ അദ്ദേഹം ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് രാജ്യത്തെ വിൽക്കാൻ ലജ്ജയില്ലേ, നിങ്ങൾ രാജ്യത്തെ വിറ്റിരിക്കുകയാണ്, നിങ്ങൾക്ക് അതോർത്ത് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു പ്രയോഗം പോലും, അത് നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾക്ക് ഷെയിമില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ പ്രയോഗം പോലും അൺപാർലമെന്ററി ആണെന്നൊക്കെ പറഞ്ഞ് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നിഷികാന്ത് ദുബെ ഉൾപ്പെടെയുള്ളവരെ നിരന്തരം രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും BJP രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം പേടിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളിൽ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ BJP പരിഭ്രമം കൊള്ളുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നേരത്തെ രാഹുൽ ഗാന്ധിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് പാർലമെന്റ് അംഗത്വം റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് മുൻപ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. അതായത് നരേന്ദ്രമോദിയുടെ പേരിലെ മോദി എന്ന് പറയുന്ന പേരെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് കള്ളനാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു പരാമർശം. അത് തങ്ങളുടെ ആ മോദി വിഭാഗത്തിന് ഒന്നാകെ കളങ്കം വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതിയിൽ അദ്ദേഹത്തെ കീഴ്ക്കോടതി ശിക്ഷിക്കുകയുമാണ് ചെയ്തത്. 2 വർഷത്തിലധികമുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം അയോഗ്യമാവുകയും പിന്നീട് സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് പിന്നീട് ആ പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുൻപ് അത്തരത്തിൽ യാതൊരു കാര്യവുമില്ലാത്ത ഒരു കേസിൽ അത്തരത്തിലൊരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും അത്തരത്തിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കുന്ന നടപടികളിലേക്ക് BJP നേതാക്കളൊക്കെ തന്നെ പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ BJP അങ്ങേയറ്റം ഭയക്കുന്നു എന്നതിന്റെ സൂചനകളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഈ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ സഭാ സമ്മേളന കാലയളവിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ഉൾപ്പെടെ തുടർച്ചയായിട്ട് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുക, അതേസമയം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾക്ക് യഥേഷ്ടം ആരെയും എന്തും പറയാനുള്ള അനുമതി കൊടുക്കുക. രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അത് അംഗീകരിക്കത്തില്ല, തങ്ങൾ പറയുന്നത് മാത്രമേ രാഹുൽ ഗാന്ധി പറയാവൂ എന്നുള്ളൊരു നിലപാടാണ് BJPയുടെ. പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് മുതൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ MP-മാരെല്ലാം തന്നെ സ്വീകരിച്ചത്. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ, രാഹുൽ ഗാന്ധി എന്ത് പറയണമെന്ന് തങ്ങൾ നിശ്ചയിക്കുമെന്ന നിലപാടാണ്, ഒരു ശാഠ്യമാണ് BJP എടുത്തത്. അതേസമയം തന്നെ അവരൊക്കെ തന്നെ പ്രസംഗിക്കുമ്പോൾ, BJPയുടെ മന്ത്രിമാരെ MP-മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു മുതലുള്ളവരെ ഇങ്ങോട്ട് അവർക്ക് തോന്നിയതെന്തും പറയാവുന്ന ഒരു സാഹചര്യം നമുക്ക് സഭയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ എന്തും പറയാനായിട്ട് സ്പീക്കർ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ അങ്ങേയറ്റം പക്ഷപാതപരമായിട്ട് പെരുമാറുന്ന ഒരു സ്പീക്കറായിട്ട് ഓം ബിർള അധപ്പതിച്ചിരിക്കുകയാണ്. സ്പീക്കർ പദവിക്ക് പോലും കളങ്കം വരുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിച്ചൊരു പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനെ മറുപടിയുമായിട്ട് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഇതൊന്നും കൊണ്ട് രാഹുൽ ഗാന്ധി പേടിക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധി മറുപടി പറയുന്നുണ്ട്. ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഇത്തരം ഓലപ്പാമ്പുകളെ കാണിച്ചൊന്നും പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ BJP വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നിന്ന് വിയർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവിനെ എങ്ങനെയെങ്കിലും ലോക്സഭയിൽ നിന്നും പുറത്താക്കുക, അദ്ദേഹം ഇനി തിരിച്ച് ലോക്സഭയിലൊക്കെ വരാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന രീതിയിലേക്ക് BJP പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ BJP എത്രത്തോളം രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ, രാഹുൽ ഗാന്ധിയുടെ ആ ശബ്ദത്തെ BJP എത്രത്തോളം ഭയക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്.